തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വയോധികയെ പീഡിപ്പിച്ച ശേഷം കഴുത്തുഞ്ഞെരിച്ച് കൊന്നുകളഞ്ഞ കേസിൽ തെളിവെടുപ്പ് നടത്തി. പോത്തൻകോട് സ്വദേശിയായ പ്രതി ജിത്തുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുത്തത്. 2 ദിവസത്തേക്ക് പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. വെഞ്ഞാറമൂട് വെള്ളുമണ്ണടിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികയാണ് പ്രതി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. വീടുമായി അടുപ്പമുണ്ടായിരുന്ന നേതാജിപുരം സ്വദേശിയായ ജിത്തു വയോധികയുടെ വീട്ടിൽ അടുക്കളവാതിൽ പൊളിച്ചാണ് അകത്ത് കയറിയത്. മുറിയിൽ ഉറക്കത്തിലായിരുന്ന വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവർ എതിർത്തതോടെ തലപിടിച്ച് ചുവലിലിടിച്ച ശേഷം വായ പൊത്തിപ്പിടിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി. പിന്നാലെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് തെളിവെടുപ്പിനിടെ പ്രതി പോലീസിനോട് പറഞ്ഞു. കൃത്യം നടത്തിയ ദിവസം പ്രതി ഉപയോഗിച്ചതെന്ന് കരുതുന്ന മദ്യത്തിന്റെ കുപ്പിയും വെള്ളക്കുപ്പിയും ലൈസൻസിന്റെ കവറും പോലീസ് കണ്ടെടുത്തു. ഇതെല്ലാം വാങ്ങിയ കടയിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി പലപ്പോഴും വയോധികയുടെ വീട്ടിൽ പോയിരുന്നു. വെഞ്ഞാറമൂട് ഇൻസ്പെക്ടർ പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയത്. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സ്ഥലത്തുണ്ടായിരുന്ന പ്രതി പോലീസ് തന്നിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കി വാമനപുരം ആറിന്റെ തീരത്തുള്ള കാട് പിടിച്ച ഭാഗത്ത് ഒളിക്കുകയായിരുന്നു. അന്വേഷണ സംഘം പ്രതിയുടെ ഒളിത്താവളം വളഞ്ഞ് സാഹസികമായാണ് പിടികൂടിയത്. റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ അന്വേഷണ സംഘം കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷം പ്രതിയെ അടുത്ത ദിവസം കോടതിയിൽ വീണ്ടും ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.